പഞ്ചാബ് ഓൺ റീൽസിന്റെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ശ്രീഗംഗാനഗറിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് പോവാണ്. നമ്മുടെ സ്വന്തം ഡി കിടക്കുന്ന ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിലാണ്. പുതിയ നെയിം ബോർഡൊക്കെ ആണല്ലോ, കൊള്ളാമല്ലോ. എന്നിട്ട് തിരുവനന്തപുരം നോർത്ത് ശ്രീഗംഗാനഗർ എന്നൊക്കെ പറഞ്ഞ് പുതിയ നെയിം ബോർഡാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിലാണ് നമ്മൾ എറണാകുളം ടൗണിലേക്ക് പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ തരം ലോക്കോ വന്നേക്ക് ഇത് കണ്ടോ. ഇത് ആലംബാഗ് എന്ന ഷട്ടിനെയാണ്, ലക്നൌവിൻ്റെ. അവരുടെ ഒരു WDG4 ലോക്കോ ആണ്. എന്തോ ഡിസൈൻ നോക്കി, ഇതിൻ്റെ പേരുണ്ടോ, ഹംപി എന്ന് പറഞ്ഞോ. കിടുക്ക ഐറ്റം. എന്തൊക്കെ ടൈപ്പ് ലോക്കോ അല്ലേ ഇവിടെ കാണുന്നത്. ഇത് കൊൽക്കത്തയിൽ നിന്ന് ശ്രീഗംഗാനഗറിലേക്ക് വന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എൽട്രിഫൈഡ് സെക്ഷൻ വരെ ഈ ജീനനായിരിക്കും നയിച്ചത്. എന്നിട്ട് ബാക്കി WDG4 ട്വിൻസ് ആയിരിക്കും കൊടുത്തത്. കണ്ടോ എന്തായാലും അടിപൊളി ലോക്കോ, കിടില ലോക്കോ എന്ന് വെച്ചാൽ കിടില ലോക്കോ. മൊത്തം 3 എഞ്ചിനായി ഈ വണ്ടി. കണ്ടോ 1, 2, 3. അവരത് വന്ന ഉടനെ തന്നെ ഷണ്ട് ചെയ്ത് പുറകിലോട്ട് പോകുന്നത് കണ്ടോ. കാരണം ഈ 3 ലോക്കോ ഉള്ളതോട്ടെ അവരെ അഴിക്കാൻ എനിക്കൊന്ന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മുന്നിലത്തെ ലോക്കോ കാണാൻ വലിയ സുഖമൊന്നുമില്ല, പക്ഷേ അതിന്റെ പുറകിലത്തെ കിടില ഐറ്റം കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് കണ്ട് ഇവിടെ ഏറ്റവും പുറകിലാട്ടോ. A1 സെക്കൻഡ് ഏസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 2023 മെയ്ഡ് ഒരു കോച്ചാണ്. നല്ല കോച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ബർത്ത് ഉള്ളത്. അപ്പോൾ നമ്മുടെ കോച്ചിനെ കാണിച്ചാൽ നല്ല അടിപൊളി വൃത്തിയുള്ള കോച്ചാണ്. നമ്മുടെ ഏതാണ്ട് ഇതാണ് നമ്മുടെ ബർത്ത്. സൈഡിൽ ഒരു 47 ഇതാണ് ബർത്ത്. കൊള്ളാം, നല്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് സൂപ്പർ കോച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ദിവസം താമസിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാൾ. ഇന്ന് 4-ാം തീയതിയാണ്. 6-ാം തീയതി ഉച്ചയ്ക്കാണ് ഈ വണ്ടി എറണാകുളം എത്തണേ. 2 മണിക്ക് കറക്റ്റ് 2 ദിവസം. ഇവിടെ 1 അമ്മേനും ഇടും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടും. ഇതിൻ്റെ ടോയ്ലറ്റ് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഓക്കെ എന്ന് പറയാം. ശോകമാണ്, വലിയ സുഖമൊന്നുമില്ല. ആൾക്കാർ കയറുമ്പോൾ ഇനി ഇതിലും ശോകമാവും മിക്കവാറും. നമ്മൾ A1 ആണ് കേട്ടോ, ജനറൽ. തൊട്ടപ്പുറത്ത് ജനറലുമാണ്. അടിപൊളി. ഈ വണ്ടിക്ക് 2 AC ടൂട്ടേറാണുള്ളത്. പിന്നെ അങ്ങോട്ട് കുറേ AC ഉണ്ട്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയി ലോക്കോ നോക്കാം. നമ്മൾ ഏറ്റവും ബാക്കിലല്ലേ, ഏറ്റവും ഫ്രണ്ടിൽ പോയി ലോക്കോ നോക്കട്ടെ ഏതാണെന്ന്. നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ട ആ ടോസ്റ്റർ ലോക്കോ കിടക്കുന്നുണ്ട്, WP3A. അപ്പോൾ ഇത് തുക്ലക്കാബാൻ്റെ തന്നെയാണ് ഇതും. ഇത് ഇവിടെ നിന്ന് ഗംഗാനഗറിന് ഉച്ചയ്ക്ക് ഒരു വണ്ടിയുണ്ട്, ഒരു അംബാല ഇന്റർസിറ്റി. അതിൻ്റെ ലോക്കോ ആണ്. ഈ ഭാഗത്തൊക്കെ വന്നാൽ ഈ ഇങ്ങനത്തെ ലോക്കോസൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷേ പൊതുവിൽ ഇതിൻ്റെ ജനസംഖ്യ കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. ഇതിന് 3 എക്കണോമി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലീപ്പറാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കുറേ വണ്ടികൾ ഇതേപോലെ AC കഴിഞ്ഞിട്ട് ഒരു സ്ലീപ്പർ വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാൻട്രി കാർ വരും. എന്നിട്ട് പിന്നെ സ്ലീപ്പർ. അതായത് പാൻട്രി കാർ ഉള്ളത് 2 സ്ലീപ്പറിൻ്റെ അടുക്കായിട്ടാണ്. അതെന്താ അങ്ങനെ വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. നേരത്തെ AC അടുത്തായിരുന്നു. ഇനി വല്ല സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇത് കൊണ്ടാണോ അങ്ങനെ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല എന്താ സംഭവം എന്ന്. ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ അല്ല, കുറേ നാളായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ പാൻട്രി കാർ വെക്കുന്നത് എല്ലാ വണ്ടികളിലും. ലോക്കോ വന്നിട്ടില്ല കേട്ടോ, കുറച്ച് ഇനി വരാം. ലോക്കോ വരെ സമയമായിട്ടില്ല. ഇനി ഒരു 1 മണിക്കൂർ 10 മിനിറ്റോടുണ്ട് വണ്ടി വിടാൻ വേണ്ടി. ലോക്കോ ഇപ്പോഴൊന്നും വരത്തില്ല. ഒരു ജനശതാബ്ദിയുടെ AC ചേർക്കാറുണ്ട്. ഇത് മറ്റേ അംബാല ഇൻഡർസിറ്റിയുടെ കൂടെ ഉള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 28ാമത്തെ ലോങ്ങസ്റ്റ് റണ്ണിങ് വണ്ടിയാണ്. അതായത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ഡിവിഷൻ്റെ കേരള എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്നത് വേണ്ടി ഈ കാണുന്ന തിരുവനന്തപുരം നോർത്ത് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതിന് ബിക്കാനീർ വരെ ഡീസൽ ലോക്കോ ആണ്. ബിക്കാനീർ എന്നാണ് ഇതിന് ഇലക്ട്രിക് ലോക്കോ വരെ കൊടുക്കുന്നത്. ബിക്കാനീർ വരെ വൈകിട്ട് 4 മണിക്കൊന്ന് ബിക്കാനീർ എത്തും കേട്ടോ. അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക് ലോക്കോയാണ്. നമ്മുടെ കോച്ച് ജനറലിന് അടുത്താണ്ട് ഇനി എങ്ങനെയാണോ എന്തോ ഒരു പിടിയില്ല. പിന്നെ ഈ പോകുന്ന റൂട്ട് വലിയ സീനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ജനറലൊക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ, വൃത്തിയുണ്ട്. ഇവർ വൃത്തിയാക്കും കേട്ടോ. ഇവർക്ക് ഇവിടെ ഷോർട്ട് മെയിൻ്റനൻസ് ഉണ്ട്. ഈ വണ്ടി വെളുപ്പിന് 2 മണിക്ക് ഇവിടെ വരുന്നതാണ് ഗംഗാനഗറിൽ. അപ്പോൾ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ഇത്ര 3000 കിലോമീറ്റർ ഓടി വരുന്ന വണ്ടിയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർ വിടത്തുള്ളൂ. श्रीगंगानगर कोचुवेली एक्सप्रेस अपने निर्धारित समय 1:50 पर प्लेटफॉर्म क्रमांक 2 से जाएगी. May I have your attention please? 16311 Sriganganagar Kochuveli Express will depart on its scheduled time 13 hours 50 minutes
from platform number 2. ഇവിടെ ഒരു കോച്ച് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റെയിൽ കോച്ച് ഫാക്ടറി ഉണ്ടാക്കിയ ചെയർകാറിന്റെ കോച്ചാണ് കണ്ടോ. അതും പുതുപുത്തൻ 2024 മേഡ് ചെയർകാർ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ പുഷ് ബാക്ക് സീറ്റാണ് കണ്ടോ. ഇത് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, പുഷ് ബാക്ക് സീറ്റ് പോരെ. എന്നാൽ ഇതുപോലെ ICF ഉണ്ടാക്കാതെ ആ ചെയ്യത്തില്ല. എന്ത് പരിപാടിയല്ലേ നോക്ക്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകാം. നമ്മളൊക്കെ ജനശതാബ്ദിയിൽ ഒരുമാതിരി മെമ്മൂരി ഇരുന്ന് പോകുന്ന പോലെ പോകേണ്ടി വരും. നമ്മുടെ വണ്ടിയുടെ ലോക്കോ കണ്ടോ, ഒരു അടിപൊളി WDP 4D ബഗറ്റ് കീ കോട്ട് ഷെഡിന്റെ. ഇതിന്റെ കളർ കണ്ടോ. ഇതിന് ഞങ്ങൾ റെയിൽ ഫാൻസ് വിളിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക ലിവറി എന്നാണ്. അടിപൊളി സാധനമല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ബിക്കാനീർ വരെ എത്തിക്കുന്ന ലോക്കോ. അപ്പൊ ഈ ക്യാപ്റ്റൻ അമേരിക്കൻ ലിവറിയിലുള്ള WDP 4D ബഗറ്റ് കീ കോട്ടിയുടെ പുറയിലാണ് നമ്മൾ ബിക്കാനീർ വരെ പോകുന്നത്. ഇതിന്റെ നമ്പർ 40301 എന്നാണ്. ഇതിന് പെയിന്റൊക്കെ കുറച്ച് ഫെയ്ഡായ ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു ഇത്. കുറേ പിക്ക് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ നമുക്കിത് നേരെ കോച്ചിൽ പോവാം. ഇതിന് മുന്നിലും ബാക്കിലും 2 ജനറൽ വീതം ഉണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം. അതുകൊണ്ട് RMS എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചേക്കുന്നല്ലോ. 16311 എന്നാണ് ഇവിടുന്ന് തിരുവനന്തപുരം പോകുന്ന ഈ എക്സ്പ്രസിന്റെ നമ്പർ. ഇങ്ങോട്ട് വരുന്ന 12 എന്നാണ്. ഇവിടുന്ന് 3021 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്തേക്ക്. അയ്യോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വണ്ടി പണ്ട് നമ്മുടെ കൊച്ചുവേളി ബിക്കാനീർ എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശ്രീഗംഗാനഗറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതോടുകൂടി ബട്ടിൻ്റെയിലുള്ള മലയാളികൾക്കും പിന്നെ ഇവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. അങ്ങനെ പലയിടത്തുള്ള മലയാളികൾക്ക് ഭയങ്കര ഉപകാരം കേട്ടോ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തത്. ഇവിടെ നിന്ന് ഈ വണ്ടി പോകുന്നത് സൂറത്ഗഡ്, പിന്നെ ബിക്കാനീർ, ജോധ്പൂർ, പിന്നെ മാർവാഡ് വഴി അഹമ്മദാബാദ് കയറും. പിന്നെ അവിടെ നിന്നാണ് നേരെ ഈ വണ്ടി വഡോദര, സൂറത്ത്, പൻവേൽ, കൊങ്കൺ വഴി കേരളത്തിലേക്ക് പോകുന്നത്. നമുക്ക് ഈ വിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. കവറിനകത്തൊന്നും അല്ല. 2 ബെഡ്ഷീറ്റും പിന്നെ ബ്ലാങ്കറ്റും പില്ലോയും. നമ്മുടെ ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് കണ്ട് പുറപ്പെടുന്നതാണ്. ഫോണൊക്കെ അടിച്ച് നമ്മുടെ ട്രെയിൻ മാനേജർ ചേട്ടൻ കൊടിയൊക്കെ വീശി ഞങ്ങളുടെ ഇവിടുന്ന് പുറപ്പെടുക. കറക്റ്റ് ടൈം 1:50. ഇങ്ങനെ പഞ്ചാബ് കൊണ്ട് റേസ് നമ്മൾ ഫുള്ള് തീർത്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അറിയാമല്ലോ, കുറേ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കേരളത്തിൽ കയറുമ്പോഴാണ് നല്ല സന്തോഷം. ഞാൻ ഈ വണ്ടി ശരിക്കും വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തതാണ്. അതാ മറ്റേ ഷിംല ട്രിപ്പ് പോകാൻ നേരത്ത്. അപ്പോൾ അന്ന് എന്തോ അസൗകര്യം മൂലം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ മുകളിലുള്ള ആൾ പുള്ളി സൂറത്ഗഡിൽ നിന്ന് കയറുന്നു കേട്ടോ. സൂറത്ഗഡിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെയാണ് ചാർട്ടിൽ കണ്ടത്. പിന്നെ ഇവിടെയുള്ള കുറേ പേരൊക്കെ ബിക്കാനീർ നിന്ന് കയറും. ഞാൻ ബിക്കാനീർ 4 മണി തോന്നുന്നു പറഞ്ഞത്. 4 മണിയല്ല കേട്ടോ, 7:15 എത്തുന്നതായിട്ട്. ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ ഇവർ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ വണ്ടി ഇവിടെ കൊങ്കണിൽ വെച്ചിട്ട് 3.5 മണിക്കൂർ എന്തോ ലേറ്റ് ആയിരുന്നു. അത് കൂടുതൽ പറഞ്ഞ സ്ഥലം എത്തിയപ്പോഴേക്കും ഓൺ ടൈമായി. പോരെ, ഇത്ര ടൈമാണ് കൊടുത്തേക്കണം പോരെ. ഇതിനു മുമ്പ് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് റീഷെഡ്യൂളാക്കി 3.5 മണിക്കൂർ റീഷെഡ്യൂളാക്കി വിട്ട വണ്ടി 4 മണിക്കൂർ എന്തോ ലേറ്റ് ആയിരുന്നു വരുന്ന വഴിക്ക്. അത് നമ്മൾ ഏതോ ട്രിപ്പ് കഴിഞ്ഞ് അഹമ്മദാബാദിൽ നിന്ന് തിരിച്ചു പോകാൻ അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെങ്ങാണ്ട് ഈ വണ്ടി കണ്ടപ്പോൾ അത് ബിഫോർ ടൈം അടിച്ച് അഹമ്മദാബാദ് എത്തുന്നു പോരെ. ഇത്ര ടൈമായി വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ശരിക്കും ഈ വണ്ടിക്ക് ഒരു 4 മണിക്കൂറൊക്കെ കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്ന് വണ്ടി വിട്ടിടനെ ക്രോസിംഗ് വല്ലതാണോ? പൃഥ്വിരാജ്പൂർ എന്നൊരു സ്ഥലം എത്തിയിട്ട് ഇനി പൃഥ്വിരാജിൻ്റെ സ്ഥലമാണോ ഇനി ആർക്കറിയാം. നമ്മൾ പോകുന്നതിൻ്റെ പാരലായിട്ട് ചെറിയൊരു കനാല് പോലെ കണ്ടു. ഉള്ളതല്ലേ, കുട്ടി കനാലാണോ തോടാണോ? കനാലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ശ്രീകരൺപൂർ എന്ന സ്ഥലം എത്തി. ഇവിടെ നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കിടുക്ക് ഐറ്റം വരുന്നുണ്ട്, നോക്കിക്കോളെ. ഇത് കണ്ടോ പോലെ ഒരു കിടുക്കായിട്ടും പോയ കണ്ടോ. മേജർ ശൈത്താൻ സിംഗ് എന്നൊരു പട്ടാളക്കാരന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ലോക്കമാണ്. അതിന്റെ കളർ കണ്ടോ, എന്തോ കിടുന്ന കളറല്ലേ. ഈ വണ്ടി സൂറത്ഗഡ് ഗംഗാനഗർ പാസഞ്ചർ ആണ്. അപ്പോൾ ഈ 2 വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ശ്രീകരൺപൂർ സ്റ്റേഷനിൽ. നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെ കളർ ലോക്കേഴ്സ് ഉണ്ടല്ലേ. ഇവിടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടൊക്കെ ഡീസൽ ലോക്കേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളിയല്ലേ.
ഇപ്പോൾ ശ്രീകരൺപൂർ എന്ന സ്ഥലം കഴിഞ്ഞു. ഇനി ഈ വണ്ടിക്ക് ബിക്കാനീർ വരെ കുറേ സ്റ്റോപ്പ് ഉണ്ട്, ക്രോസിങ്ങും കിട്ടും മിക്കവാറും. നമ്മളിപ്പോൾ ഈ കണ്ട ലോക്കോ ലുധിയാനയുടെ ലോക്കമാണ്, ലുധിയാന ഷെഡിൻ്റെ. അവർ ഇതുപോലെ കുറേ പട്ടാളക്കാരുടെ പേരിൽ ലോക്കോ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് തണുപ്പൊക്കെ കുറഞ്ഞു വരും. നമ്മളിപ്പോൾ റായ്സിംഗ് നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇവിടെ എല്ലാം ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ രാജസ്ഥാൻ എത്തില്ല, ഇനി അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ തണുപ്പ് കുറഞ്ഞു വരും. രാജസ്ഥാനിലെ സുരത്ഗഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാനില്ല, അതാണ് ഒന്നും കാണിക്കാനേ. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഓരോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ സുരത്ഗഡ് എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇവിടെ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഹരിയാന RTCയുടെ ബസ് ഉണ്ടോ, ഹരിയാന രാജ്യ പരിവഹൻ സിർസയുടെ വണ്ടി കേട്ടോ, ഹരിയാന റോഡ്വേസ്. ഇവിടെ ഒരു ബൈപ്പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബൈപ്പാസ് കയറാൻ നമ്മൾ സ്റ്റേഷനിലോട്ട് കയറും. നല്ല വലിയൊരു വളവൊക്കെ തിരിഞ്ഞ് നമ്മൾ കയറുന്നേ. വളവാ നോക്ക്. ഇതാണ് സുരത്ഗഡ് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ കുറേ പട്ടാളക്കാരുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, ഇഷ്ടംപോലെ പട്ടാളക്കാരുണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഗംഗാനഗറിനെ. 10 കറക്റ്റ് ടൈം ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എല്ലാം സിംഗിൾ ലൈൻ ആണ് കേട്ടോ. ക്രോസിംഗ് ഒക്കെ കാണും ചിലപ്പോൾ, നോക്കാം. ഇവിടെ നിന്ന് 177 കിലോമീറ്റർ കഴിഞ്ഞുള്ള ലാൽഗഡ് ജംഗ്ഷനിലാണ് ഇതിൻ്റെ സ്റ്റോപ്പുള്ളത്, അതായത് ബിക്കാനീറിന് മുമ്പുള്ള സ്ഥലം. അപ്പം അത്രയും നേരം നമ്മുടെ വണ്ടി നോൺ സ്റ്റോപ്പാണ്. ക്രോസിങ്ങിന് വേണ്ടി 2-3 വണ്ടി ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. എവിടെയും പിടിച്ചിട്ട് നമുക്ക് വണ്ടി കാണാൻ പറ്റും. ഇതുണ്ടോ, പക്ക മരുഭൂമി വരെ കിടക്കുന്നുണ്ട്. നമ്മൾ രാജസ്ഥാനിൽ എത്തിയല്ലോ. ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട്. മരുഭൂമിയുടെ ഭാഗമായിരിക്കും മിക്കവാറും. കണ്ട അതേപോലെ മരുഭൂമി പോലെ തന്നെ ഉണ്ട് ഈ റൂട്ട്. അതായത് ബിക്കാനീർ ജോധ്പൂർ വഴിയൊക്കെ ഏകദേശം ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ റൂട്ടിൽ കൂടെ പലതവണ വന്നിട്ടുണ്ട്. ബിക്കാനീറും പിന്നെ അങ്ങോട്ടൊക്കെ ഹിസാറൊക്കെ പോയില്ലേ, നമ്മൾ പലതവണ ഈ റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയിലൊക്കെ ഡീസലിലൊക്കെ വെച്ച് ഓടിക്കുന്ന ടൈമിൽ കൊച്ചുവേളിയിൽ നിന്ന് തന്നെ ഈ വണ്ടിക്ക് എറണാകുളത്തിന്റെ WM 3A ട്വിൻസ് ഒക്കെ ആയിരുന്നു. അതായത് 2 ആൾക്കോ വെച്ചായിരുന്നു ഇവിടെ ബിക്കാനീർ വരെ അല്ലെ ഗംഗാനഗർ വരെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് റൂട്ടൊക്കെ ഇലക്ട്രിഫൈ ആയപ്പോൾ ഈ ബിക്കാനീർ വരെ ഇലക്ട്രിക് ലോക്ക് കൊടുത്തു തുടങ്ങിയത്. ഇത് കണ്ടോ, പട്ടാള വണ്ടി കണ്ടോ, എന്റെ മോനെ ഇതൊക്കെ എന്താ സംഭവം നോക്കിയേ. ടാങ്ക് അല്ലല്ലോ, പീരങ്കി വിടുന്ന സാധനമാണോ അത്? ഓ ഇത് കിടിലം കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇതൊരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്, അപ്പോൾ അതായിട്ട് ക്രോസിങ് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം കേട്ടോ, പൊളിച്ചു. ഇവരെങ്ങോട്ടോ പോവാ കേട്ടോ. ഇഷ്ടം പോലെ വണ്ടി ഉണ്ടോ നോക്കി, അങ്ങ് ദൂരെ വരെ വണ്ടികൾ കിടക്കുന്നുണ്ടോ. ഒരു ഗുഡ്സ് വരുന്നുണ്ട്. ഭാരത് പെട്രോളിയം LPG കേട്ടോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ആദ്യമായിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ ടാങ്കർ കാണുന്നത്. എന്തൊക്കെയല്ലേ വെറൈറ്റി വരുന്നതൊക്കെ കാണുന്നത്. ഇതിനകത്ത് ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ഒക്കെ മലയാളി സ്റ്റാഫാണ് കേട്ടോ. സാധാരണ എല്ലാ വണ്ടികളിലും ഹിന്ദിക്കാരല്ലേ, പക്ഷെ ഇതിനകത്ത് മലയാളികളാണ്. ഇവർ മാഗി വിൽക്കാൻ കൊണ്ടുവന്നേ, നല്ല അടിപൊളി മാഗി, നല്ല പച്ചക്കറിയൊക്കെ ഇട്ട് മാഗി. ഷോ വയ്യ, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഇവരവിടെ ഭയങ്കര വലിയ ക്യാമ്പാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ ടെൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങ് കാണാൻ പറ്റും ദൂരെ. അവര് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, പട്ടാളക്കാരെ. അതെന്തുവാ, അത് ടാങ്ക് ആണോ ഇരിക്കുന്നേ? ഇത് കൊള്ളാത്ത സാധനം കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ അർജൻസാർ എന്നൊന്നൊരു സ്റ്റേഷനിലുണ്ട്, പിടിക്കുകയാണ്. ഒരു വണ്ടി വരാൻ വേണ്ടിയാണ്, ജയ്പൂർ സുരത്ഗഡ് എക്സ്പ്രസ്. അത് വരാൻ വേണ്ടിയാണ് പിടിച്ചത്. ജയ്പൂർ സുരത്ഗഡ് എക്സ്പ്രസ് ആണ്. ലുധിയാനയുടെ ഒരു WDP 40 ആണ് എൻ്റെ ലോഗോ കേട്ടോ. ചെറിയ വണ്ടിയാണ് ഇത്. രാവിലെ ജയ്പൂരിൽ നിന്ന് വിടുന്ന വണ്ടിയാട്ടോ. എല്ലായിടത്തും നിർത്തി സുരത്ഗഡ് പോകുന്ന ഒരു ലോക്കൽ വണ്ടിയാണിത്. ഞാൻ ഈ രാജസ്ഥാനിൽ കയറിയ പിന്നെ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്ക് കാണുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ നോർത്തേൺ റെയിൽവേയിലേക്കാട്ടും വൃത്തിയുണ്ട് ഈ ഒരു പുറത്തോടെ കാണാൻ വേണ്ടി. ഇവർ കഴുകുമെന്ന് തോന്നുന്നു. നോർത്തേൺ റെയിൽവേയുടെ റേക്കൊന്നും കഴുകാറ് പോലില്ലെന്ന് എനിക്ക് തോന്നുന്നത്.
നമ്മളിപ്പോൾ ക്രോസിങ് നടത്തിയത് ബിക്കാനീർ ഡൽഹി സരി റോയിലെ സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിൻ്റെ ലോക്കും ഇതുപോലെ പെയിൻ്റ് അടിച്ച ലോക്കുമാണ്, ഉദാദേവി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഭാഗമൊക്കെ ശരിക്കും മരുഭൂമിയാട്ടോ. മരുഭൂമിക്കടാണ് നമ്മളെ ഗംഗാനഗർ കൊച്ചുകളി പോകുന്നത്. നമ്മൾ 7 മണിക്ക് ബിക്കാനീർ എത്തുവേ. ഇത് തണുപ്പ് തുടങ്ങി കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 5-6 മണിയായി. ബിക്കാനീറിന് തൊട്ടടുത്തുള്ള ലാൽഗഡ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലാൽഗഡിൽ നിന്ന് നമ്മുടെ കോച്ചിലേക്ക് കുറേ ആൾക്കാരൊക്കെ കയറുവേ. ഈ ലാൽഗഡിൽ നിന്നും ബിക്കാനീറിൽ നിന്ന് കുറേ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലാൽഗഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ദിബ്രുഗഡ് പോകുന്ന അവാദാസാം എക്സ്പ്രസ്. ഇവിടെ റെയിൽവേയുടെ കുറേ സംഭവങ്ങളുണ്ട്. ഇതേപോലെ കോച്ച് കെയർ സെൻറ്റർ, പിന്നെ എന്തൊക്കെയോ റിപ്പയറിങ് വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ സംഭവം നമുക്ക് കാണാം ഇവിടെ വരുമ്പോൾ. ഈ ഒരു സംഭവത്തിനാണ് ശരിക്കും ബോഗി എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഇതാണ് ബോഗി, അല്ലാണ്ട് ഷെല്ല് കൂട്ടി പറയുന്നതല്ല ബോഗി. ഇതാണ്ട് ഈ ഒരു കിടക്കുന്ന ഒരു സംഭവത്തിനാണ് ബോഗി എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ അവദാസാം എക്സ്പ്രസ് കണ്ട് കിടക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി, ദിബ്രുഗഡ് പോകുന്നത്. നമ്മളങ്ങനെ ബിക്കാനീർ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ലോക്കോ ചേഞ്ച് ഉണ്ട്, ഡീസൽ ടു ഇലക്ട്രിക്. ഈ വണ്ടി കൊച്ചുവേളിയിൽ നിന്ന് കൊണ്ടുവന്ന ലോക്കോ ആയിരിക്കും മിക്കവാറും ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതാണോ അതോ വേറെ ഏതാണോ അറിയത്തില്ല, നോക്കാം. നമുക്കിനി ഏറ്റവും മുന്നിൽ പോയിട്ട് ലോക്കോ നോക്കാം, ഏത് ലോക്കോ ആണ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നതെന്ന് നോക്കാം. ബിക്കാനീർന്ന് ഈ വണ്ടി ഫുള്ളാവും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കയറാൻ വിളിക്കുന്നത്, അതും വലിയ ലഗേജ് ഒക്കെ ആയിട്ട്. ഇതിന്റെ ജനറൽ കോച്ചിലൊന്നും ആരും ഇല്ല, നോക്കി ഒറ്റ മനുഷ്യന്മാരില്ല. എന്തുവാണോ എന്തോ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഇതുവരെ മാറ്റിയിട്ടില്ലേ, ലേറ്റ് ആകുമായിരിക്കും മിക്കവാറും. ലോക്കോ വന്നില്ലായിരിക്കും. നമ്മുടെ ലോക്കോ അവർ ഊരി മാറ്റുവാണേ. ഇവിടെ ലോക്കോ വേണ്ട ഇവര് കൊണ്ടുവന്നു. അവിടെ നിന്ന് വിട്ട ലോക്കോ ഞാൻ തോന്നുന്നു റോയപുരത്തിന്റെ ഒരു WP7 37,646. ഈ ലോക്കമാണ് നമ്മൾ എറണാകുളം വരെ നയിക്കുന്നത്. ഇത് പറക്കും, 4D ആണെങ്കിലും പറക്കും, ഇതാണെങ്കിലും പറക്കും. നല്ല അടിപൊളി ലോക്കോ കേട്ടോ, പുത്തൻ ലോക്കോ ആണെന്ന് തോന്നുന്നു. ലോക്കോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ക്രൂ ഒക്കെ കയറി സെറ്റ് ആവണം. 7:25 വണ്ടി വിടുന്നത്. ഓൺ ടൈമിന് വിടുമോന്ന് അറിയത്തില്ല, നോക്കാം. ഇതിന്റെ സ്ലീപ്പറിലാണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും കാര്യത്തില്ല. ഇവർ അഹമ്മദാബാദിൽ നിന്നോ ജോധ്പൂർ എന്നൊക്കെ ആയിരിക്കും കയറുന്നത്. 7:38 നമ്മുടെ ഗംഗാനഗർ കൊച്ചുള്ളി ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു 13 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഇവിടെ നിന്ന് ഇനി രാത്രി 11:30 നമ്മൾ ജോധ്പൂർ എത്തണം. പണ്ട് ഈ വണ്ടി തുടങ്ങിക്കൊണ്ടിരുന്ന ഇവിടെ നിന്നായിരുന്നല്ലോ. ഇപ്പം എനിക്ക് തോന്നി ഇവിടെ നിന്ന് പണ്ട് തുടങ്ങിക്കൊണ്ടിരുന്ന സെയിം ടൈം തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോഴും. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. നമ്മളെ കൊണ്ടുവന്ന 4D തണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക ഡെലിവറി. ഞാൻ രാത്രി കഴിക്കാൻ പറഞ്ഞത് ചപ്പാത്തിയും കറിയും കേട്ടോ, എന്തോ സബ്ജിയാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇവിടെ രാജസ്ഥാനിലെ നോക്കാൻ എന്ന സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇനി പലി മാർവാടാണ് ഇനി അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നോക്ക അതിന് ഇനി പലി മാർവാട്, പിന്നെ ജോധ്പൂർ, അങ്ങനെ കുറേ സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. ഫുഡൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറുതായിട്ട് പനിക്കുന്ന പോലൊരു ഫീല്. എനിക്കൊന്നും ഈ ക്ലൈമറ്റ് മാറുന്നുണ്ടെന്നാണെന്ന് അറിയത്തില്ല, തണുക്കുന്നു. അയ്യോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന പോലൊരു ഫീല്. എന്താ എന്തോ. നമ്മളിപ്പോൾ മെടുത്താ റോഡിൽ നിന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എനിക്കാണെ വിറയ്ക്കുന്നത്, പനിയുടെ ലക്ഷണമുണ്ട്. ഒരു ഡോളോ കഴിച്ചിരിക്കുന്ന ഇരിക്കുകയാണ്. രാവിലെ ആകുമ്പോൾ മാറുമെന്ന് വിശ്വസിക്കുന്നു. ഈ പഞ്ചാബ് വെച്ച് പണിയിട്ടാനും ഭാഗ്യം. നല്ല ഒന്നാമതൊരു തണുപ്പുണ്ടാവും, അതിലേക്ക് ഒന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ജോധ്പൂർ എത്തും നമ്മളൊരു 15 കാലമാകുമ്പോൾ. ഞാൻ നോക്കട്ടെ, ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ രാവിലെ കാണിക്കാം. ഇപ്പം എടുത്ത ഓൺ ടൈം ആട്ടോ വണ്ടി ഡിലേ ഒന്നുമില്ല. അടുത്ത ഐറ്റം കണ്ടോ? അയ്യോ, ഇത് നമ്മള് ഡൽഹി സരീരോയില് വെച്ച് കണ്ട ആ ക്വിൻസ് അല്ലേ? അത് തന്നെ. ഇത് ആ സാധനം കേട്ടോ. ഇത് ഏതാ വണ്ടി എനിക്കറിയത്തില്ല. നമ്മൾ ഡൽഹി സരീരോയില് വെച്ച് ഒരു EMD ട്വിൻസ് കണ്ടോ, ഓർക്കുന്നുണ്ടോ? ആ വണ്ടി ഇത് കേട്ടോ, കേണൽ സന്തോഷ് ബാബു. ഇത് WDP 4D ആണ്. 2 ലോക്കോസ് കേട്ടോ. ഏത് വണ്ടിയിൽ നിന്ന് നോക്കിയിട്ട് പറയാവേ.
ഈ ലോക്കോയുടെ പേര് ലാൻസ് നായക് പ്രവീൺ ശർമ്മ എന്നാണ്. ഇത് ജോധ്പൂരിന്ന് ഡൽഹിക്ക് പോകുന്ന മാൻഡോർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിനാണ് ആ ഒരു ട്വിൻസ് ഉള്ളത് കേട്ടോ. ജോധ്പൂരിൽ നിന്ന് വൈകിട്ട് എടുത്തിട്ട് ഡൽഹി രാവിലെ എത്തുന്ന വണ്ടി ഇത്. നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ അഹമ്മദാബാദ് എത്താറായേ. 1 മണിക്കൂർ ബിഫോർ ടൈം ആയിട്ട് 7:00 എത്തേണ്ട വണ്ടി 6:00 ഇവിടെ സബർമതിയൊക്കെ. ഇവർ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊരു പനി പോലുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് സബർമതിന്ന് ജോധ്പൂർ വന്ന സബർമതി ജോധ്പൂർ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. നമ്മളിപ്പം സബർമതി എത്തി. സബർമതി കൊണ്ട് പിടിച്ചിട്ടേക്കുക. ഞാൻ പറഞ്ഞില്ലേ 7:30 അവിടെ അഹമ്മദാബാദ് കയറ്റിയാൽ മതി. ഇപ്പം 6:45 ആയതേ ഉള്ളൂ. എനിക്ക് ശ്രീഗംഗാനഗർ മുതൽ എറണാകുളം ടൗൺ വരെ ഈ വണ്ടിക്ക് ആയത് 3690 രൂപ. എക്സ്പ്രസ്സിന്റെ വേറെ ഈ വണ്ടി എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് അല്ല. ഈ വണ്ടിയുടെ കുറെ എക്സ്ട്രാ ടൈം ഉണ്ട്. അതൊക്കെ കുറച്ചാൽ ഈ വണ്ടിക്ക് കുറച്ച് റണ്ണിങ് ടൈം കുറയ്ക്കാൻ പറ്റും. മീൻസ് പെട്ടെന്ന് എത്താൻ പറ്റും പല സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ ഈ വെറുതെ ഒന്ന് നടക്കുന്നുണ്ട്. എത്ര നേരമെന്നറിയോ? 7:00 കയറിയാൽ മതി. അങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സബർമതി നദി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെള്ളമുണ്ട് ഈ നദിയിൽ. അപ്പോൾ ഈ സബർമതി സ്റ്റേഷനിൽ കൊണ്ടൊരു 1/2 മണിക്കൂറാണ് നമ്മുടെ വണ്ടി കിട്ടുക. അറിയോ? 7 മണി ആയപ്പോഴാണ് അവിടെ നിന്ന് എടുത്തത്. നമ്മുടെ ഈ സബർമതി നദിയുടെ സൈഡിലുണ്ട് ഒരു വോക്ക് വേ ഒക്കെ പോലെ കണ്ടോ, നല്ല സ്ഥലം കാണാൻ. ഈ അഹമ്മദാബാദ് എത്താൻ വേണ്ടി വണ്ടിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഭയങ്കര പയ്യാണ് വരുന്നത്. ഇത്ര നേരം അറിയാം ഈ സ്പീഡിൽ വരുന്നത്. നമ്മളങ്ങനെ 11 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചാണ് ഇവിടെ അഹമ്മദാബാദ് എത്തി. 7:35 ഇവിടെ നിന്ന് പുറപ്പെടേണ്ടത്. ഓൺ ടൈം വിടുകയായിരിക്കുന്നുണ്ട് അഹമ്മദാബാദ് ജംഗ്ഷൻ. നമ്മുടെ റൂട്ടിൽ അങ്ങ് വസായിലോട് വരെ പോകുന്നൊരു വണ്ടിയാണ് കിടക്കുന്നത്. ബിക്കാനീർ യശ്വന്ത്പൂർ കേട്ടോ. അത് ബിക്കാനീർ വിട്ടത് നമ്മൾ വന്ന സമയത്തെങ്ങാണ്ടാണ് വിട്ടത് വരെ. ഈ അഹമ്മദാബാദ് സ്റ്റേഷനെ ഒരിക്കലും മറക്കത്തില്ലടാ. IPL കാണാൻ വന്ന നമ്മുടെ അനന്തപുരയുടെ RS യാത്ര ചെയ്ത് അയ്യോ ഒരിക്കലും മറക്കത്തില്ല അഹമ്മദാബാദ് സ്റ്റേഷൻ കേട്ടോ. നല്ല വലിയ സ്റ്റേഷനാണ്. അങ്ങ് നീണ്ട തുറന്ന് നടക്കുന്ന ഒരു വലിയൊരു സ്റ്റേഷൻ ഈ അഹമ്മദാബാദ് എന്ന് പറയുന്നത്. കറക്റ്റ് ടൈമിന് വിട്ടു കേട്ടോ. കറക്റ്റ് 7:35 കറക്റ്റ് 7:35 നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ട്. ജബൽപൂർ സോംനാഥ് എക്സ്പ്രസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ജബൽപൂരിൽ നിന്ന് സോംനാഥ് ഉണ്ടല്ലോ അങ്ങേറ്റം ഗുജറാത്തിന്, അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടിയാണ്. ഇനി ആനന്ദ് എന്നൊരു സ്റ്റേഷനിലാണ് ഇനി അടുത്ത സ്റ്റോപ്പുള്ള. ആനന്ദ് കഴിഞ്ഞ പിന്നെ വഡോദര. ഇതെല്ലാം ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പില്ലറുകളാണ് കേട്ടോ. എനിക്ക് ഇത്ര എണ്ണാന്ന് എനിക്ക് ഏതാണ്ടിൽ പണി കഴിയുമോ എന്തോ. ഒരു വണ്ടി കയറി നമ്മൾ ഓവർടേക്ക് അടിക്കുന്നത് അടിപൊളി. ഒരെണ്ണം ഇങ്ങോട്ടും വരുന്നു ഹൗറ ഗാന്ധിധാം എക്സ്പ്രസ്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അത് കഴിക്കാൻ നേരത്തെ ആ വണ്ടി വന്നു. അത് അഹമ്മദാബാദ് ഏകതാ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഇല്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന ജനശതാബ്ദി നമ്മളെ ഇപ്പോൾ ഓവർടേക്ക് അടിച്ച് പോയേ. അയ്യോ ഇനി വേറെ വണ്ടി ഒന്നുമില്ല ഓവർടേക്ക് അടിക്കാൻ. ഇതിന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഇനിയും കാണാം ഓവർടേക്കൊക്കെ നോക്കാം. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോഴേ ഇവിടെ മുകളിലത്തെ ഈ സംഭവം എല്ലാം വെച്ചു. ആ പില്ലർ അടിച്ചിട്ട് മുകളിലെല്ലാം വെച്ചിട്ട് ഇനി ട്രാക്ക് മാത്രം ഇട്ടാൽ മതിയായിരിക്കും. ഇനി കുറച്ച് പണിയുള്ളൂ ഇവിടൊക്കെ. നമ്മുടെ വണ്ടിയുടെ അഹമ്മദാബാദ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ഈ ആനന്ദ് ജംഗ്ഷൻ. ഇവിടെ കുറേ സമയമുള്ളതുകൊണ്ടേ ട്രെയിൻ വളരെ പയ്യെ എത്തിയത്. ഇപ്പോൾ 9 മണി ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ വഡോദര എത്തിക്കൊണ്ടിരിക്കുകയാണേ.
ഈ വണ്ടിക്ക് ടുവാർഡ്സ് കൊച്ചുവേളി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊങ്കണിലെ ക്രോസിങ് കിടന്നുള്ള ആ മടുപ്പ് ഒഴിവാക്കാം. ഇത് രാത്രിയിലെ കൊങ്കൺ ക്രോസ് ചെയ്യുന്നത് 8:30 എങ്ങാണ്ടെന്ന് രത്നഗിരി എത്തുന്നത്. പിന്നെ രാവിലെ നമ്മൾ മംഗലാപുരമൊക്കെ കഴിയും. അതുകൊണ്ട് ആ ഒരു മടുപ്പ് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കൊങ്കൺ ഫുള്ള് ഡെയിലൈറ്റ് കവർ ചെയ്യും. നമ്മളെ വൈകിട്ട് 3:30-4 മണി സമയത്ത് പൻവേലെത്തും. ഒരിടയ്ക്കിടെ വഡോദരയിൽ നമ്മുടെ അവിടെ കൊങ്കണിൽ പോകുന്ന എല്ലാ വണ്ടികളും പിടിച്ചിടുമായിരുന്നു. മീൻസ് ഇവിടെ ലോക്കോ ചീജായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. രാജധാനിക്കൊക്കെ പണ്ട് ഇവിടെ ആയിരുന്നു ലോക്കോ. രാജധാനി മാത്രമല്ല കുറേ വണ്ടികൾക്ക് ഇവിടെ ആയിരുന്നു ലോക്കോ ചീഞ്ച് ഉണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടം വരെ ഡീസലും വെച്ചോണ്ട് വരും. ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ ഇലക്ട്രിക്കും വെച്ചോണ്ട് വരും. അഹമ്മദാബാദ് ഇങ്ങോട്ട് പിന്നെ സ്പീഡ് 130 ആണ്. ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ കുടുകുടുകുടുന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ഇവിടെ നിന്ന് പിന്നെ അങ്കലേശ്വർ, സൂറത്ത്, വാപ്പി, ബോയ്സാർ, വസായ റോഡ്, പൻവേൽ അങ്ങനെ കുറേ സ്റ്റോപ്പൊക്കെ ഉണ്ട്. ചില വണ്ടികൾക്ക് ഈ വസായ റോഡ് വിട്ടാൽ പിന്നെ സൂറത്തേ ഉള്ളൂ. പക്ഷെ ഇതിന് അതിനിടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ്സിലെ യാത്രയുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ സൂറത്ത് എത്താറായി. സൂറത്ത് നിന്ന് നമ്മൾ എറണാകുളം വരെയാണ് സെക്കൻഡ് പാർട്ടി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചാബ് റേസിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് അടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.